ചേട്ടാ അവിടെ കളിക്കുക. വേറെ ആരും നിങ്ങൾ നോക്കണ്ട. ഗുരുവായൂരപ്പനെ കണ്ട മാത്രം കണ്ടാൽ മതി, വേറെ ഒന്നും കാണണ്ട. ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ടിരിക്കുമ്പോ അവർക്ക് ക്ലിയർ ചെയ്യും കളിക്കാം. ഇത് ശരൺ ചേട്ടൻ നല്ല രീതിയിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നത്. പക്ഷെ എന്താ പറയുക, യൂട്യൂബിൽ കോപ്പിറൈറ്റ് ആകാൻ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഏപ്രിൽ 26, 2026 എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഡേ ആയിരുന്നു. നട്ടിയഞ്ചലി പയ്യഞ്ചലിയുടെ ആദ്യത്തെ അരങ്ങേറ്റം, അതും ഗുരുവായൂർ മുപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേ നാളത്തെ കഷ്ടപ്പാടും ആഗ്രഹമൊക്കെ ആയിരുന്നു. കുറേ നാൾ കൂടി നടന്ന് പഠിപ്പിക്കലും സാധനങ്ങൾ കണ്ടുപിടിക്കലും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അരങ്ങേറ്റം ചെയ്യണേ. അതിൻ്റെ പിന്നിലുള്ള ബാക്കിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന. അതുപോലെ തന്നെ മക്കൾ ആദ്യമായിട്ട് കളിക്കുന്നവരുണ്ടായില്ല, കുറേ നാളായിട്ട് സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തവരുണ്ട്, അവരുടെ കുറേ നാളത്തെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബിഗിനേഴ്സായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അരങ്ങേറ്റം നടത്തി. എല്ലാവരും എൻ്റെ കൂടെ നിന്നു. എൻ്റെ അമ്മ, ഞാൻ ഓടി എല്ലാ വഴിയിലും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അമ്മ എന്താ പറയുക, ഞാൻ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത്, അത് മേടിക്കാനായിട്ട് ഇത് മേടിക്കാനായിട്ട് പൈസയുടെ കാര്യങ്ങളെല്ലാം എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അമ്മ. അതുപോലെ ആദർശ സൗരവും, അവരാണ് ഈ അരങ്ങേറ്റം നടന്നതിൻ്റെ ബാക്ക് ബോൺ. അവർക്ക് ഒരു ആവശ്യമില്ല ഞാൻ വിളിക്കുമ്പോൾ വരേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവർ എന്നെ സ്വന്തമായിട്ട് കണ്ട് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. എന്താ പറയുക, ഞാൻ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരമൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവളും അങ്ങനെ ഇങ്ങനെ കുറേ സ്ഥലത്തൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. കാർ റെൻറ്റിൻ്റെ അടുത്ത് എൻ്റെ കൂടെ വന്ന്, നീ പേടിക്കുന്നതിന് ഞങ്ങളില്ലേ, നീ ഇതിന് ടെൻഷൻ അടിക്കാൻ വിഷമിക്കില്ലേ, സങ്കടപ്പെടല്ലേ, എനിക്ക് ഒറ്റയ്ക്കാന്ന് പറഞ്ഞ മൊമെൻറ്റ്സിലൊക്കെ എൻ്റെ കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും പറയാതെ തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട്, നീ കൂടാവ്, നീ ടെൻഷൻ അടിക്കില്ല, എനിക്ക് വയ്യായകൾ വരും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞേക്കണതൊക്കെ അവരെന്നെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നിന്നൊരു സമയത്തുനിന്ന് ഏപ്രിൽ 26 7:30 എൻ്റെ മക്കൾ സ്റ്റേജിൽ കയറിയപ്പോൾ എന്താ എനിക്ക് പറയാനറിയില്ല, അത്രമാത്രം ഞാൻ ഹാപ്പിയായിരുന്നു. അവരവരുടെ എക്സ്ട്രീം ലെവൽ അവർ കളിച്ചു. അതുമാത്രമല്ല, എനിക്ക് പറയേണ്ട മെയിൻ കാര്യം, എൻ്റെ ഒരു ക്ഷണം കൊണ്ടും അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചത് കൊണ്ട് വന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ദൂരത്തുനിന്ന് ഗുരുവായൂരമ്പലത്തിലേക്ക് വന്നു, കുറേ തിരക്കുകളുടെ ഇടയിൽ മാറ്റി വെച്ച് വന്നു. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. കുറേ പേരൊന്നും വന്നില്ല, അതെനിക്ക് പ്രശ്നമില്ല. അവരുടെ പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ വേറെയാണ്. അങ്ങനെയില്ല, അവർക്ക് അവരുടേതായ തിരക്കുണ്ട്, വരാൻ പറ്റാമെങ്കിരിക്കാമൊക്കെയാണ്, അതൊന്നും എനിക്ക് വിഷമില്ല. പക്ഷെ വന്ന കുറേ പേരുണ്ട്, ഞാൻ ഒട്ടും വിചാരിക്കാത്തവർ വരെ വന്നിട്ടുണ്ടായി. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ഈ ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് എന്നും ഇവിടെ ഒരു മെമ്മറിയായിട്ട് കിടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് യൂട്യൂബിലിരുന്നത്. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത് ഷാരു ചാണനും കാൻഡിഡ് ചാണനുമാണ്. നിഖിൽ ചേട്ടൻ കാൻഡിഡ് ചാണനെ വിളിച്ച് ശീലമായി, അതുകൊണ്ടാണ്. അവരോട് ഒരുപാട് നന്ദി. കാരണം ഒരു സ്ഥലത്തും എനിക്ക് അവരുടെ പേര് പറയാനൊന്നും പറ്റിയിട്ടില്ല. ഡാൻസ് ക്ലാസ്സിൽ പറഞ്ഞു പോയതല്ല, അതെനിക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരോട് ഒരുപാട് നന്ദി, സ്നേഹം. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഒരുപാട് സന്തോഷം എല്ലാവരോടും ഈ സ്നേഹത്തിന്.